കോഴിക്കോട് നെഹദി മന്തിയിലാണ്. ഒരു ചിക്കനും ബീഫും കഴിക്കണം, അതാണ് ലക്ഷ്യം. ഇരുന്ന പാടെ തന്നെ പ്ലേറ്റ് കൊണ്ടുവച്ചു. നല്ല ആംബിയൻസ് ഉണ്ട്. ഇതിനു മുമ്പ് ഇവിടെ വന്നത് ഒരുപാട് മുൻപാണ്, പക്ഷെ അന്ന് ഇതുപോലെ ആയിരുന്നില്ല ഡൈനിങ് എന്നാണ് തോന്നുന്നത്. വന്നപാടെ അവരുടെ വിവരപ്പട്ടിക മെനു കാർഡൊക്കെ ഒന്ന് പരിശോധിച്ചു. മന്തി ഓർഡർ ചെയ്തു, ചിക്കൻ മന്തി. ആ ചിക്കൻ മന്തി ഒരു 15 മിനിറ്റിനുള്ളിൽ എത്തുകയും ചെയ്തു. ആ ചിക്കൻ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അതിൻ്റെ ആ ലെഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് ഒരാളെ കൊണ്ട് കഴിക്കാവുന്ന ഒരു ഐറ്റം അല്ല. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ വളരെ സോഫ്റ്റുമാണ്. അവരുടെ റൈസ് ഒന്നും പറയാനില്ലാത്ത ഒരു രുചിയുള്ളൊരു ഐറ്റമാണ്. ഇവിടുത്തെ ചിക്കൻ്റെ രൂപം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ സോഫ്റ്റാണ്. പക്ഷേ ഒരു സൈഡ് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ആ റൈസ് ആ ചിക്കനുമായി നല്ല കോമ്പിനേഷനുള്ള ഒരു ഐറ്റമാണ്. അതിൻ്റെ ടൊമാറ്റോ സോസ് കൂടി അതിൽ ആഡ് ചെയ്ത് ഒന്ന് കുഴച്ച് കഴിച്ചപ്പോൾ മനസ്സിലായി കൊള്ളാവുന്നൊരു ഐറ്റം. അതിൻ്റെ കൂടെ ബീഫിൻ്റെ പീസ് കൂടെ പറഞ്ഞു. ഈ ബീഫിൻ്റെ പീസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കാരണം ഇതൊരു ബീഫ് ഫ്രൈ പോലെയൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. പെപ്പറിൻ്റെ ഒരു അതിപ്രസരം അതിലുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് ഓരോരുത്തരുടെയും ഒരു ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതമായി തന്നെയാണ് അതിൻ്റെ കാര്യമൊന്ന് പറയാനുള്ളൂ. ഈ ബീഫ് വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത് ബില്ല് കൂടെ കണ്ടപ്പോഴാണ് എന്ന് തോന്നി. പക്ഷേ ബീഫ് ചിക്കൻ്റെ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം.